8-ാം നൂറ്റാണ്ടിലെ പ്രവാചകന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു മീഖ എന്ന പ്രവാചകൻ. ആ കാലഘട്ടത്തിൽ 4 പ്രധാനപ്പെട്ട പ്രവാചകന്മാരായിരുന്നു ഇസ്രായേലിനെ ശുശ്രൂഷിച്ചിരുന്നതായിട്ട് ചരിത്രത്തിലും വേദപുസ്തകത്തിലും നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. പ്രവാചകനായിരിക്കുന്ന യെശയ്യാവ്, ആമോസ്, ഹോശയ എന്നീ 3 പേരോട് കൂടെ ചേർന്ന് 4-മനായ വ്യക്തിയായിരുന്നു മീഖ എന്ന പ്രവാചകൻ. ഇസ്രായേലിന് വരാനിരിക്കുന്ന വലിയ തകർച്ച, എന്നാൽ ദൈവം അതിനകത്ത് നിന്ന് അവരെ എങ്ങനെ വിടുവിക്കാൻ പോകുന്നു ഇത്യാദി വിഷയങ്ങളെക്കുറിച്ചും നമ്മുടെ വാഗ്ദത്ത മശിഹായെക്കുറിച്ചുള്ള അസാധാരണമായിരിക്കുന്ന ചില പ്രഖ്യാപനങ്ങളും നമുക്ക് മീഖയുടെ പുസ്തകത്തിൽ കാണാനായിട്ട് കഴിയും. ആദ്യത്തെ 4 അധ്യായങ്ങൾ ഇസ്രായേലിന് നേരിടാൻ പോകുന്ന വലിയ തകർച്ചകൾ, വെല്ലുവിളികൾ, അവരുടെ ശത്രുക്കൾ അവരെ ചൊല്ലി ഉള്ള സന്തോഷങ്ങളെക്കുറിച്ചാണ് ആദ്യത്തെ 4 അധ്യായങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. എന്നാൽ ഒടുവിലത്തെ 3 അധ്യായങ്ങൾ, വിശേഷിച്ച് ഏറ്റവും ഒടുവിലത്തെ അധ്യായമായിരിക്കുന്ന 7-ാമത്തെ അധ്യായം, ഒരു വലിയ ജയത്തിൻ്റെ ട്രയംപ് നടക്കുന്ന, ആഘോഷം നടക്കുന്ന ഒരു അധ്യായമായിട്ടാണ് 7-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. 7-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യമാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ നൽകിത്തന്ന ദൈവവചന ഭാഗം. ആ വാക്യം ഇങ്ങനെയാണ്: എൻ്റെ ശത്രുവായവളെ, എന്നെക്കുറിച്ച് സന്തോഷിക്കരുത്. അല്പനേരത്തേക്ക് ഞാൻ വീണു എങ്കിലും ദൈവം എന്നെ എഴുന്നേൽപ്പിക്കും. ചില നേരത്തേക്ക് ഞാൻ ഇരുട്ടിലിരിക്കേണ്ടി വന്നു എങ്കിലും ദൈവം എന്നെ വെളിച്ചത്തിലേക്ക് നയിക്കും. ഒരു വലിയ കാലഘട്ടം ഇസ്രായേൽ തകർച്ചകളിലൂടെ കടന്നുപോയത് നിങ്ങൾക്കറിയാം. അത് കർത്താവ് യേശുക്രിസ്തുവിന് മുമ്പും യേശുവിന് ശേഷവും വലിയ 2 തകർച്ചകൾ ഇസ്രായേലിയർ നേരിട്ടിട്ടുണ്ട്. അവരെ ചൊല്ലി ഒരുപാട് രാജ്യങ്ങൾ സന്തോഷിച്ചിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അവരുടെ ജീവിതത്തിൻ്റെ തകർച്ചകൾ, രാഷ്ട്രം എന്ന നിലയിൽ, ആ ജാതി എന്ന നിലയിലുള്ള തകർച്ചകളിൽ ധാരാളം പേർക്ക് വളരെ സന്തോഷമുണ്ടായിരുന്നു. ചുറ്റുവട്ടങ്ങളിൽ വലിയ സന്തോഷമുണ്ടായിരുന്നു. എന്നാൽ പ്രവാചകനായിരിക്കുന്ന മീഖയിലൂടെ പരിശുദ്ധാത്മാവ് ചുറ്റുവട്ടമുള്ള ശത്രുക്കളോട് പറയുന്ന ഒരു വേദഭാഗം, അത് അതിൻ്റെ ഒരു ആത്മീക വിശദീകരണത്തിലേക്ക് പോകുവാൻ, ചരിത്രപരമായിരിക്കുന്ന സംഗതികളെക്കുറിച്ചുള്ള വിശദീകരണമല്ല, അതിൻ്റെ ആത്മീക വിശദീകരണങ്ങൾ പങ്കുവെക്കുവാനാണ് ഇന്ന് ഈ ദൈവവചനത്താൽ ഞാൻ താല്പര്യപ്പെടുന്നത്. പ്രവാചകനായിരിക്കുന്ന മീഖയിലൂടെ ഇസ്രായേലിയർ ഉറക്കെ വിളിച്ചു പറയുന്ന ഒരു വാക്യമാണ് 7-ന്റെ 8-ാമത്തെ വാക്യം: എൻ്റെ ശത്രുവായവളെ, എന്നെക്കുറിച്ച് സന്തോഷിക്കരുത്. നീ എന്നെക്കുറിച്ച് ഒരുപാട് ആനന്ദിക്കരുത്. നിനക്ക് ആനന്ദിക്കാനുള്ള വസ്തുതകൾ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു, അത് യാഥാർത്ഥ്യം തന്നെയാണ്. എൻ്റെ തകർച്ചകൾ നിനക്ക് കൈകൊട്ടി സന്തോഷിക്കാനുള്ള വലിയ കാരണങ്ങളായിരുന്നു. ഞാൻ തീരെ മുടിഞ്ഞു പോയത് നിനക്ക് ആനന്ദിക്കാനുള്ള വസ്തുതകളായിരുന്നു. എന്നാൽ നീ ഒരുപാട് സന്തോഷിക്കരുത്. ഞാൻ അല്പനേരത്തേക്ക് ഞാനൊന്ന് വീണു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്, പക്ഷേങ്കിൽ ദൈവം എന്നെ എഴുന്നേൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ കുറച്ച് നേരത്തേക്കൊന്ന് ഇരുട്ടിലിരിക്കേണ്ടി വന്നു, അത് യാഥാർത്ഥ്യമാണ്, പക്ഷെ ദൈവം എന്നെ വെളിച്ചത്തിലേക്ക് നയിച്ചിരിക്കുകയാണ്. ഈ വേദഭാഗം ഇസ്രായേലിനോടുള്ള ബന്ധത്തിലാണ് പറയുന്നതെങ്കിലും അതിൻ്റെ ആത്മീക വിശദീകരണം നാം എല്ലാവർക്കും ബാധകമായിരിക്കുന്ന ഒരു വസ്തുതയാണെന്ന് എനിക്ക് തോന്നുകയാണ്. ഇസ്രായേൽ എന്നതുപോലെ നാമും നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള തകർച്ചകളിലൂടെ കടന്നു പോയിട്ടുണ്ട്, അല്ലേ? വലിയ നൊമ്പരങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട്. നമ്മൾ ഇനി ഇല്ല എന്നുള്ള ഒരു ഘട്ടം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. നമ്മുടെ പേര് നശിച്ചു പോകും. ദാവീദ് പറയുന്ന വാക്കനുസരിച്ച് ഇനി അവൻ്റെ പേരില്ലാതെയായി, ഇനി അങ്ങനെ ഒരാളുണ്ടായിരുന്നു എന്ന് പോലും ചിന്തിക്കാൻ കഴിയാത്ത നിലയിൽ ഏറ്റവും തകർച്ചകളുടെ ആഴങ്ങളിലൂടെ പോയവർ ഇന്ന് ഈ ദൈവവചനം കേൾക്കുന്നുണ്ടാകാം. ഇപ്പോഴും അത്തരത്തിലുള്ള സന്ദർഭങ്ങളിലൂടെ, അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവർ ഈ ദൈവവചനം കേൾക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ ഞാൻ നിങ്ങളോട് സ്നേഹത്തോടുകൂടെ പറയുന്നു: ഇസ്രായേൽ എന്ന ജാതി ഉയർത്തെഴുന്നേറ്റതുപോലെ, ഇസ്രായേൽ എന്നൊരു ജനത എഴുന്നേറ്റതുപോലെ നമുക്കും ഒരു ഉയർത്തെഴുന്നേൽപ്പും ഉദ്ധാരണവും ദൈവം തന്നിട്ടുണ്ട് എന്നുള്ള കാര്യം വളരെ സ്നേഹത്തോടുകൂടി ഈ ദൈവവചനത്താൽ കേൾക്കണമേ എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. നാം തകർന്നു പോയ നിമിത്തം സന്തോഷിച്ച ഒരുപാട് ആൾക്കാർ ചുറ്റുവട്ടങ്ങളിലുണ്ടാകാം, കുടുംബങ്ങൾക്കകത്തുണ്ടാകാം, നമ്മുടെ ഫ്രണ്ട് സർക്കിളിലുണ്ടാകാം, നമ്മൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിലുണ്ടാകാം. എന്തിനേറെ പറയുന്നു, ക്രിസ്ത്യാനികളുടെ ഇടയിൽ, സഭാജനത്തിൻ്റെ ഇടയിൽ പോലും നമ്മുടെ തകർച്ചകളിൽ ആനന്ദം കൊണ്ടവർ ഒരുപാട് പേരായിരിക്കാം. എന്നാൽ ഇന്ന് ഈ ദൈവവചനം കേൾക്കുമ്പോഴത്തേക്കും വളരെ സന്തോഷത്തോടുകൂടെ എഴുന്നേറ്റ് അവരോട് പറയാൻ ദൈവം നിങ്ങൾക്ക് ചിലത് നൽകിത്തരട്ടെ. ഇസ്രായേൽ പറഞ്ഞതുപോലെ, മീഖായോടൊപ്പം, മീഖായുടെ നാവ് ഉപയോഗിച്ച് ഇസ്രായേൽ പറഞ്ഞതുപോലെ, എൻ്റെ ശത്രുവായവളെ, എന്നെക്കുറിച്ച് സന്തോഷിക്കരുത്. ദൈവം എനിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ പോവുകയാണ്. ദൈവം എനിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചു തുടങ്ങുകയാണ്. എന്നെക്കുറിച്ച് സന്തോഷിക്കരുതെന്ന് പറയാൻ 3 പ്രധാനപ്പെട്ട കാരണങ്ങൾ മീഖ മുന്നോട്ട് വെക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. 7-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യത്തിൽ അവിടെ പറയുന്ന ഒരു വേദഭാഗമുണ്ട്: യഹോവ നമ്മളോട് കരുണ കാണിച്ചിരിക്കുകയാണ്. അതാണ് വാസ്തവത്തിൽ ശത്രുക്കളോട് പറയാനുള്ള 1-ാമത്തെ കാരണം. നീ എന്നെക്കുറിച്ച് സന്തോഷിക്കരുത്, കാര്യം യഹോവ എന്നോട് കരുണ കാണിച്ചിരിക്കുകയാണ്.
ഇന്ന് ഈ ദൈവവചനം കേൾക്കുന്ന എത്ര പേർ ഹൃദയം തുറന്ന് ദൈവസന്നിധിയിൽ പറയും, കർത്താവെ എന്നോടൊന്ന് കരുണ കാണിക്കണമേ, എൻ്റെ ശത്രുക്കൾ നിമിത്തം എന്നോടൊന്ന് കരുണ കാണിക്കണമേ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് അനുഭവിക്കുന്ന ഈ വേദനകൾ നിമിത്തം എന്നോട് കരുണ കാണിക്കണമേ എന്ന് ദൈവത്തോട് ഇന്ന് പ്രാർത്ഥിക്കുന്നവർക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇസ്രായേൽ ഒന്നിച്ച് പറയുകയാണ്, നിങ്ങൾ സന്തോഷിക്കരുത്, എൻ്റെ ശത്രുവായവളെ നീ എന്നെ ഓർത്ത് സന്തോഷിക്കരുത്, കാര്യം യഹോവ എന്നോട് കരുണ കാണിച്ചിരിക്കുകയാണ്. ഇന്നാരാനും ജീവിതത്തിൽ നേരിട്ടിരിക്കുന്ന ദുഃഖങ്ങൾ നിമിത്തം, നൊമ്പരങ്ങൾ നിമിത്തം, തകർച്ചകൾ നിമിത്തം, ശത്രുക്കളുടെ പൊട്ടിച്ചിരിക്കും ശത്രുക്കളുടെ ആഹ്ലാദത്തിനും ജീവിതം വിട്ടുകൊടുത്ത ആരെങ്കിലും, അല്ലെങ്കിൽ അത്തരത്തിൽ കാരണക്കാരായി തീർന്നിരിക്കുന്ന ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ, ദൈവവചനം കേൾക്കുന്നുണ്ടെങ്കിൽ, ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവത്തിൻ്റെ ഒരു കൃപ, ദൈവത്തിൻ്റെ കരുണ നിങ്ങളുടെ ജീവിതത്തിലെ ആ കഷ്ടതയിൽ നിന്ന് എഴുന്നേൽക്കുവാൻ നിങ്ങൾക്ക് കാരണമാകുമെന്ന് വളരെ സ്നേഹത്തോടു കൂടെ പറയുകയാണ്. 19-ാമത്തെ വാക്യത്തിൽ രണ്ടാമത്തെ കാര്യം അവിടെ എഴുതിയിരിക്കുകയാണ്, ദൈവം ഞങ്ങളുടെ പാപങ്ങളെ സമുദ്രത്തിൻ്റെ ആഴത്തിൽ കളഞ്ഞിരിക്കുകയാണ്. ഇസ്രായേലിൻ്റെ തകർച്ചയുടെ കാരണമെന്ന് പറയുന്നത് പാപമായിരുന്നു എന്ന് അവർക്ക് തന്നെ വ്യക്തമായിട്ട് അറിയാം. ഇന്ന് ഈ ദൈവവചനം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഈ തകർച്ചയ്ക്ക് കാരണം ശത്രുക്കൾ നമ്മളെ ചൊല്ലി സന്തോഷിക്കുവാൻ തക്കവണ്ണം നമ്മൾ തകർന്നു പോയതിൻ്റെ കാരണം പാപമാണെന്നുണ്ടെങ്കിൽ അത് ദൈവസന്നിധിയിൽ ഒന്ന് ഏറ്റുപറയാൻ, ദൈവത്തിൻ്റെ കരുണയ്ക്കായിട്ടൊന്ന് അപേക്ഷിക്കാൻ ഈ ദൈവവചനത്താൽ ഞാൻ നിങ്ങളെ ഉദ്ബോധിപ്പിക്കുകയാണ്. 2 കാരണങ്ങളാലാണ് നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ വരുന്നതായിട്ട് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. 2 കാരണങ്ങൾ. നമ്പർ 1, ഒന്നാമത്തേത്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനഃപൂർവ്വമായി ചെയ്ത് കൂട്ടുന്ന പാപത്തിൻ്റെ പരിണിത ഫലമായിട്ട് അതിൻ്റെ ദണ്ഡനങ്ങൾ നമ്മുടെ ശരീരത്തിലോ ജീവിതത്തിലോ കുടുംബത്തിലോ ഒക്കെ നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരുമെന്നുള്ളതാണ്. മനഃപൂർവ്വം പാപങ്ങൾ തീർച്ചയായിട്ടും വലിയ കഷ്ടതകൾക്ക് കാരണമായി തീരുന്നു എന്നാണ് തിരുവെഴുത്ത് നമ്മളോട് പറയുന്നത്. രണ്ടാമത്തേത്, ദൈവം നമ്മളെ പരിശോധിക്കുകയായിരിക്കാം, അല്ലെങ്കിൽ യോബിനെ പോലെ പിശാചിൻ്റെ ഇഷ്ടങ്ങൾക്ക് കുറച്ച് നേരത്തേക്ക് ദൈവം നമ്മളെ വിട്ടുകൊടുക്കുന്നതായിരിക്കാം. ഈ 2 കാരണങ്ങളാൽ അല്ലാതെ ജീവിതത്തിൽ ഒരുത്തന് കഷ്ടത വരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന ഈ വേദന, ദുഃഖം, നൊമ്പരം, തകർച്ച അത് പാപത്താലാണെന്നുണ്ടെങ്കിൽ അതിനെ ദൈവത്തോട് ഏറ്റുപറയുവാനും ക്ഷമിക്കുവാനും ആ പാപങ്ങളിൽ നിന്ന് വിമുഖത പ്രാപിക്കുവാൻ, വിടുതൽ പ്രാപിക്കുവാൻ, വിമുക്തി പ്രാപിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ഒന്ന് സഹായിക്കട്ടെ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. ഇസ്രായേൽ പറയുകയാണ്, ഞങ്ങളുടെ പാപങ്ങളെ ദൈവം സമുദ്രത്തിൻ്റെ അടിയിൽ കളഞ്ഞിരിക്കുകയാണ്, ഇനി ശത്രുക്കൾ ഞങ്ങളെ ചൊല്ലി സന്തോഷിക്കത്തില്ല, കാര്യം ദൈവം നമ്മുടെ പാപത്തെ മറന്നു കളഞ്ഞിരിക്കുന്നു, അഥവാ വിട്ടുകളഞ്ഞിരിക്കുന്നു, അതവൻ ചവിട്ടിക്കളഞ്ഞിരിക്കുന്നു എന്നാണ് 19-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് ഇസ്രായേലിന് സന്തോഷിക്കാൻ ഒരു കാരണമുണ്ട്, ഇനി അവരുടെ ശത്രുക്കൾ അവരെ ചൊല്ലി സന്തോഷിക്കുകയില്ല. 3-ാമത്തെ കാര്യം 11-ാമത്തെ വാക്യത്തിലാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അവിടെ പറയുകയാണ്, നിന്റെ മതിലുകൾ പണിയുവാനുള്ള കാലം വന്നിരിക്കുകയാണ്, നിന്റെ അതിരുകളെ ഞാൻ വിശാലമാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇസ്രായേലിന്റെ തകർച്ചയുടെ നടുവിൽ സംഭവിച്ചത് അവരുടെ മതിലുകൾ തീവച്ച് നശിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ്, അത് പൊളിച്ചു കളഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് ശത്രുവിന് അനായാസം കയറി അവരെ ഉപദ്രവിക്കുവാനും അവരുടെ വസ്തുവകകൾ അപഹരിച്ചു കൊണ്ടുപോകാനും കഴിയുമായിരുന്നു എന്നുള്ളതാണ്. പക്ഷെങ്കിൽ അവരുടെ ശത്രുക്കളെ നോക്കി അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇനി നിങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയത്തില്ല, പഴയതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കയറി വന്ന് നിങ്ങൾക്ക് ഉപദ്രവിക്കാനായിട്ട് കഴിയത്തില്ല, തോന്നുന്നത് പോലെ ഞങ്ങളുടെ വസ്തുവകകൾ നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല, അപഹരിക്കാൻ കഴിയത്തില്ല, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയോ ഒന്നിനെയും നിങ്ങൾക്ക് അപഹരിക്കാൻ കഴിയത്തില്ല, കാര്യം കർത്താവ് ഞങ്ങൾക്ക് ചുറ്റും ഒരു മതിൽ തീർക്കുകയാണ്, ഞങ്ങളുടെ അതിരുകളെ ദൈവം വിശാലമാക്കുകയാണ്. ഈ ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും വളരെ സ്നേഹത്തോടുകൂടെ ഞാൻ പറയുന്നു, നിങ്ങളെ ചൊല്ലി സന്തോഷിക്കുന്ന ആ സന്തോഷങ്ങൾ ഇനി ഉണ്ടാകത്തില്ല. നിങ്ങളുടെ തകർച്ചകളെ നോക്കി ആനന്ദിക്കുന്ന ആനന്ദങ്ങൾക്ക് ദൈവം ഒരു അറുതി വരുത്താൻ വേണ്ടിയിട്ട് പോവുകയാണ്, ഒരു അവസാനം ദൈവം കൽപ്പിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഈ ദൈവവചനത്തിൻ്റെ പ്രകാശനങ്ങൾ, ഈ ദൈവവചനത്തിൻ്റെ വെളിപ്പാട് ഇന്ന് നിങ്ങളെ സ്വതന്ത്രമാക്കട്ടെ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ ജീവിതം ശത്രുക്കളുടെ ചിരിക്കും ശത്രുക്കളുടെ ആഘോഷത്തിനും അവരുടെ കൈകൊട്ടലുകൾക്കും വേണ്ടിയിട്ട് മാറിയിരിക്കുന്നു എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ 3 കാര്യങ്ങൾ ദൈവത്തോട് പറയുവാൻ ഇന്ന് സ്നേഹത്തോടുകൂടെ നിങ്ങളുടെ സഹോദരനായ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. നമ്പർ 1, ദൈവമേ നിന്റെ കരുണ ഞങ്ങളോട് കാണിക്കണമേ, നീ ഞങ്ങളോടൊന്ന് മനസ്സലിയണമേ. 2-ാമത്തേത്, ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങളോടൊന്ന് ക്ഷമിക്കണമേ. 3-ാമത്തേത്, ശത്രുവിന് അനായാസം കയറി ഞങ്ങളുടെ ജീവിതത്തെ അപഹരിക്കാൻ കഴിയുന്ന ആ തുറന്നു കിടക്കുന്ന മേഖലകൾ അതിനെ ഒന്ന് അടച്ച് ഞങ്ങളെ ഒന്ന് സെക്യൂർ ചെയ്യണമേ എന്ന്, ഞങ്ങളെ ഒന്ന് സംരക്ഷിക്കണമേ എന്ന്, ഞങ്ങൾക്ക് ചുറ്റും ഒരു വേലി, ഒരു മതിൽ കെട്ടണമേ എന്ന് ദൈവസന്നിധിയിൽ ഇന്ന് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഈ ദൈവവചനങ്ങളാൽ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. ആമേൻ.